അല്ല ഇതെന്താ എണീക്കാത്ത? ഇന്ന് കോളേജിലൊന്നും പോണ്ടേ? അയ്യോ ഫാൻ ഓഫ് ചെയ്യില്ലെന്ന് ഇന്നും കൂടി അവധി എടുക്കാന്ന് ഓർത്ത്. എന്താ കാര്യം? കൊള്ള, ഇന്നലെ അനുവിന്റെ കസിനെ കാണാനെന്നും പറഞ്ഞ് ലീവ് എടുത്ത്. ഇന്നിപ്പോ എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ല അമ്മച്ചനോട്, അനു ഇന്നലെ നല്ല വഴി നാട്ടിലേക്ക് പോയെന്ന്. പിന്നെ മാത്രല്ല പ്രിയ നാളെ രാവിലെ എത്തുള്ളൂ. അപ്പൊ അവരൊന്നും ഇല്ലാണ്ട് ക്ലാസ്സിൽ പോകാൻ എനിക്ക് മതി. അപ്പൊ അവരെ കണ്ടുകൊണ്ടാണ് കോളേജിൽ ചേർന്നത്. അവർ എക്സാം എഴുതില്ലെങ്കിൽ നീ എഴുതൂലേ? അതെ, നല്ല സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലതാ. പക്ഷെ അതൊരു പരിധി വിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പാടില്ലട്ടാ. ഒരു ഘട്ടം വരെയൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കൂടെ കാണുള്ളൂ. അത് കഴിഞ്ഞെല്ലാം നമ്മൾ തനിച്ച് നേരിടണം. ഞാനീ പറഞ്ഞതൊന്നേ മോക്ക് ഇപ്പൊ പിടികിട്ടൂല. കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ഇതെന്താ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. അല്ല ഇതെന്താ അനുപമ കൊണ്ടുപോയതല്ലേ ഇന്നലെ? പിന്നെ ഇതെന്താ ഇവിടെ? അല്ല, പാർലറിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവള് തന്നെ ഇവിടെ ഇത് വെച്ചിട്ട് പോയതാ. ഇനിയിപ്പോൾ ഏതായാലും കോളേജിലൊന്നും പോണില്ലല്ലോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് 4 അക്ഷരം പഠിക്കാൻ നോക്ക്. നിനക്ക് ഞങ്ങളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. പറ, എന്താ അത്? നീ ഞങ്ങളൊന്ന് വിട്ടു പോവാനായിട്ട് നീ എന്താ ചെയ്യണ്ടേ? ചേർമയുള്ള താക്കോൽ കൂട്ടം കീലും നീടും പറയൂമേ കാതിലുണ്ടലു കാത്തുമാല മാറിലും പൂനിറഞ്ച കാർമുടിയും തണ്ടണിഞ്ഞലഞ്ച കാലും ഗന്ധമേറും അമ്പകസ്തൂരിമേ പനിനീറ്റിൽ ആടിയേ. ഇതെന്താ പറ്റിയ? എണീറ്റ്. ഒരാൻറ്റി. ഏതാ ആൻറ്റി? അതാ ഞാനും ഓർക്കണേ. ഇതുവരെ എവിടെയും കണ്ട് പരിചയമില്ല അങ്ങനെ ഒരു മുഖം. അതിനിപ്പോ ആരെ കണ്ടെന്നാ ഇപ്പൊ ഇവിടെ വന്നത്? നീ ഇത് എന്തൊക്കെയാ പറയണേ? അതൊന്നുമില്ല, ഞാൻ ഈ എക്സാമിൻ്റെ ഒക്കെ ഒരു ടെൻഷനായതുകൊണ്ട് ബോധം കെട്ടുപോയത്. എങ്ങനെ വരാതിരിക്കും? ഫുൾ ടൈം ഉറക്കവും കറക്കമല്ലേ? മര്യാദയ്ക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിച്ച് പഠിക്കാൻ നോക്ക്, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താന്ന് അറിയണമെന്നുണ്ട്, പേടിയായിട്ടും വയ്യ. ഫോൺ മോളെ, എടാ അനു, അതില്ല, ഞാൻ നിന്നെ 2-3 വട്ടം ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ കോള് കിട്ടുന്നില്ല. അതെ, ആ മഹേഷ് ചേട്ടൻ വിളിച്ചപ്പോൾ നിന്നോട് എന്താ പറഞ്ഞത്? ഏതോ ഒരാൾ പുള്ളിക്ക് ഹെയർ എക്സ്റ്റൻഷൻ കൊടുത്തതാന്നല്ലേ? അപ്പം ആ ആളുടെ പിക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറയുമോ? അപ്പോൾ പറ്റുമെങ്കിൽ പുള്ളിയുടെ അമ്മയുടെയും കൂടി. അതല്ല ഇനിയിപ്പോൾ അവർക്ക് ഇൻസ്റ്റയോ ഫേസ്ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ID ചോദിച്ചാലും മതി ആളോട്. സാറാ, ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതാ കോള് കണക്ട് ആവാഞ്ഞ. ഞാൻ ആ ചേട്ടന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറയുന്നത് ആൾക്ക് ഇൻസ്റ്റ FB ഒന്നും ഇല്ലാന്നാ. പിന്നെ ആളെ വാട്സപ്പ് DP-യിൽ ആളെ അമ്മയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉള്ളത്. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ട്. നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് സ്ലോ ആയിട്ടാ വന്നത്. എന്തായാലും നിനക്ക് ഞാൻ അയച്ചിട്ടിട്ടുണ്ട് കേട്ടാ. ഇവരെല്ലാം ഞാൻ കണ്ടത്. എന്താടി കാര്യം? എടാ, അത് ഞാൻ നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാട്ടാ.
എനിക്ക് നല്ല പേടിയുണ്ട്, പക്ഷെ എനിക്ക് സ്വസ്ഥതയും വേണം. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആടി, ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ ഈവനിങ് കെവിൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെന്ന് പ്രിയ പറയുന്നുണ്ടായിന്. അപ്പോൾ ഓൾക്ക് അത് നിന്നോട് പറയാനായിട്ട് ചെറിയൊരു പേടി. ഞാൻ ആടെ ഇല്ലല്ലോ, അപ്പോൾ ഓളുടെ കൂടെ നിനക്ക് പോകാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. കെവിൻ, തമ്പീരാൻ നോയമ്പ് തുണയായിരിക്കണോ, അലങ്കാരമങ്ങനെ ധരിച്ചു കാട്ടേണോ. മോളെ പ്രിയ, നീ നാളെ എപ്പോഴാ വന്നെ? ആടാ, സാധാരണ പോലെ രാവിലെ. ആണോ? എന്നാ നമുക്ക് നാളെ ഒന്ന് കെവിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? കെവിന്റെ കാര്യം അനു നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? അത് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ അതിന് മുമ്പ് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ഫുൾ ടൈം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അവന് നാളെ ഈവനിങ് ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അല്ലടെ, ഒരു 10 മിനിറ്റ് മതി, ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാ. അല്ല, എന്താടാ കാര്യം? ആടെ കാര്യം ഞാൻ നേരിട്ട് പറയാം നാളെ. ശരി, ഓക്കെ. അഴകുള്ള ചേലയും കെട്ടിയുടുത്തുതേ എടാ, നമുക്ക് ക്ലാസ്സിൽ കയറണ്ട, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അല്ല മോള്, അവനെവിടെ? അവനെ നോക്കിയിരിക്കും, അവൻ ഇനിയും വരാൻ ലേറ്റ് ആവും. എന്താടാ കാര്യം? അത് ഞാൻ പറയാം. എന്ന് പറ. എടാ, ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ സാധനം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത്. അതായത് ഈ ഹെയറിന്റെ യഥാർത്ഥ ആളുടെ ഫേസ് ഇന്നലെ ഞാൻ കണ്ട്. എന്നിട്ട് അപ്പോഴേക്കും എന്റെ ബോധം പോയി. എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിനക്ക് കിട്ടിയല്ല, അതെന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ല, എനിക്ക് ഇവനെ കണ്ണു പറഞ്ഞ എന്താ കാര്യം? അതെ, ഈ സാധനം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക പാട്ട് ഞാൻ കേൾക്കും. അങ്ങനെ ഈ ഫേസ് കണ്ട് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അനു കെവിന്റെ പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ എനിക്ക് മെസ്സേജ് വിട്ടെ. അപ്പൊ ഈ പാട്ട് ഞാൻ പിന്നെയും കേട്ട്. അതുകൊണ്ട് അല്ല, ഇപ്പൊ എന്റെ മനസ്സ് പറയണ് കെവിന് ഇതായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ബെസ്റ്റ്. ഇങ്ങോട്ട് വന്നേ. ഈ കെവിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിൽ എന്തോ എടാ കൂടെ ഉണ്ടെന്നുള്ളത്. നിനക്ക് എന്താണ് അവനായിട്ട് ഇത്ര ഇഷ്യൂ? അയ്യോ, എനിക്ക് അവനോടൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ലടാ. പിന്നെ അവന് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്തറിയാനാണ് സാറാ? അതിപ്പോ നന്നായി. എടി, അവന് ഈ ഹെയർ എക്സ്റ്റൻഷൻ പോലെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴാ. അതല്ലടാ, ഇതവന്റെ അമ്മയുടെ വല്ലതാണോന്ന് അറിയാനോ. നീ എന്തൊക്കെയാ പറയണത്? നീ അല്ലേ പറഞ്ഞത് ഇതുവരെ കാണാത്തൊരു മുഖമാണ് കണ്ടേന്നുള്ളത്? നീ എന്താ കെവിന്റെ അമ്മേനെ ഇതുവരെ കണ്ടിട്ടില്ലേ? ശരിയാണല്ലോ. മാത്രമല്ല, ഈ മരിച്ച ആൾക്കാരൊക്കെയാണ് ഈ പ്രേതമായിട്ട് വന്നെന്നാണ് എന്റെ ഒരു അറിവ്. ദൈവം അനുഗ്രഹിച്ച് അവന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പിന്നെ എന്തായിരിക്കും അവന്റെ പേര് പറഞ്ഞപ്പോ ആ പാട്ട് കേട്ടത്? എനിക്ക് അറിഞ്ഞൂടാ. ദേവൻ വന്നുണ്ടല്ലോ. എന്താടാ കാണണമെന്ന് പറഞ്ഞ? എനിക്കല്ല, ഇവക്കാ. ചോദിച്ചു പറയടോ. കെവിൻ, തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നവരുണ്ടോ? ഹെയർ എക്സ്റ്റൻഷനാ? എന്റെ അറിവിൽ അത് ഉപയോഗിക്കണതാകെ അനുഭവം മാത്രമേ ഉള്ളൂ. അനു അല്ല, വേറെ സോറി, ഹെയർ എക്സ്റ്റൻഷൻ അല്ല. ഈ ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മുടി കൊടുക്കുന്ന ആരെങ്കിലും അറിയോ? ഇയാളെന്തൊക്കെ നീ പറയണേ? ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷനെ പറ്റി ആകെ കേൾക്കണത് തന്നെ നീ മറ്റേ അനുഭവമൊക്കെ എന്തോ മുടി മേടിക്കാൻ പോയില്ല, അപ്പോഴാണ്. പിന്നെയാണ് അത് ഉണ്ടാക്കാൻ മുടി കൊടുക്കുന്ന ആൾക്കാർ. ഇത് ചോദിക്കാനാണോ താൻ അത്യാവശ്യമായിട്ട് എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിനെ വിളിച്ചെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോറി, തന്റെ സമയം കളയാൻ വേണ്ടിട്ടല്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. തന്റെ അറിവില് ഈ ഒരു വർഷത്തിനിടെ ഒരു 45-50 വയസ്സിനിടെ മരിച്ചോ ഏതെങ്കിലും ആന്റിമാരറിയോ? എടാ, താനിപ്പോ ഇങ്ങനെ ചോദിച്ചാ പെട്ടെന്ന് എന്റെ മൈൻഡിൽ ആരും മഞ്ഞില്ല. ഒരു മിനിറ്റ്. എടാ, ഒരു 5 മിനിറ്റ് പോരാ. എടോ, ഇത് ഞാനൊന്ന് സമാധാനമായിട്ട് ആലോചിച്ചിട്ട് തന്നോട് പറയാം. എടാ, ഞാൻ പോട്ടെ. അവന്മാർ അവിടെ കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലാസ്റ്റ് പാടാനുള്ള പാട്ടില്ലേ, അത് ഇതുവരെ ഓർക്കസ്ട്രയുടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അവസാനമായിട്ട് പാടിയത് മറ്റേ ഫാമിലി യൂണിറ്റില്ലേ, അന്നാണ്. എടോ, താൻ എന്നോട് ചോദിച്ചില്ലേ ഈ പ്രായമായിട്ട് മരിച്ച ആരെങ്കിലും അറിയോന്ന്?
എനിക്ക് അങ്ങനെ ഒരാളറിയാം. ഞാൻ ആ ഫാമിലി യൂണിറ്റിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി നടത്തിയായിരുന്നു. അത് എൻ്റെ യൂണിറ്റ് ഒന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. അന്ന് ഞാൻ പാട്ടുപാടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ആൻറ്റി ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് പറഞ്ഞ് മോനെ നന്നായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരാളുടെ റാൻഡമായിട്ടുള്ള സ്റ്റാറ്റസിൽ ഈ പുള്ളിക്കാരി മരിച്ച കാര്യം അറിഞ്ഞു. അന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മുടെ ആരും അല്ലെങ്കിലും അന്ന് അത്രയും കാര്യമായിട്ട് വന്ന് സംസാരിച്ച ഒരാളല്ലേ. കെവിനെ, അങ്ങനെയാണെങ്കിൽ ഈ ആന്റിയുടെ പിക്കൊന്ന് ഉണ്ടാവോ? അവിടെ പിക്കൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവരെ നേരിട്ടൊന്നും അറിയാൻ പാടില്ല. ഈ മരിച്ച കാര്യം തന്നെ ഞാൻ അറിയണത് ആരുടെയോ സ്റ്റാറ്റസ് വഴിയായിട്ടാ. ആ സ്റ്റാറ്റസ് ആരിട്ടെന്നുള്ളത് നിനക്കറിയോ? ഇല്ലടാ, എന്തായാലും ആ പരിപാടി ഏൽപ്പിച്ച പയ്യനല്ല. കാരണം ഞാൻ ഈ സ്റ്റാറ്റസ് കാണുന്ന ടൈമിൽ ഞാൻ ആലോചിച്ചായിരുന്നു ഈ പുള്ളിക്കാരിനെ ഇവർക്ക് എങ്ങനെ അറിയാം. അങ്ങനെയാണെങ്കിൽ കെവിൻ എങ്ങനെയെങ്കിലും ആന്റിയുടെ പിക്കും ഡീറ്റെയിൽസ് ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ, എന്നിട്ട് സമാധാനമായിട്ട് ഞാനിത് ശരിയാക്കി തരാം. ഒന്നില്ലെങ്കിൽ ആ പയ്യനെ വിളിച്ചിട്ടെങ്കിലും ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. താങ്ക് യു. ഇന്നത്തെ പരിപാടി അടിപൊളിയാവട്ടെ ഏട്ടാ. താങ്ക് യു. ഓക്കേടാ, പ്രാക്ടീസ് നടക്കട്ടെ, എന്തായാലും വിളിക്കാം. കെവിൻ, താൻ ആ പ്രോഗ്രാമിന് പാടിയ പാട്ട് ഏതായിരുന്നു? നമ്മുടെ സിനിമയിലെ പാട്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടുപേരും ഒന്ന് പാടാമോ? എടാ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയണല്ലേ. തമ്പീരാൻ നോയമ്പ് തുണയായിരിക്കേണോ, അലങ്കാരമങ്ങനെ ധരിച്ചു കാട്ടേനോ, അഴകുള്ള ചേലയും കെട്ടി ഉടുത്തുതേ, അരയിലരഞ്ഞാണമിട്ടതുമായി. ഞാൻ പോട്ടെ. എടാ, പൊക്കോട്ടേന്ന്. ആ ആന്റിയുടെ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് അയക്കോ? ഞാൻ ഒപ്പിക്കാം, പറയാം. ശരി, വിളിക്കാം. അല്ല, ഇന്നലെ രാത്രി നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ കിടന്നപ്പോ? രാത്രി വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അല്ലടാ, കെവിൻ ഇതുവരെ അപ്ഡേഷൻ ഒന്നും തന്നില്ലല്ലോ. എടാ, കെവിൻ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോ തന്നെ ലേറ്റ് ആയി. പിന്നെ രാവിലെ ഇപ്പൊ ഇത്രയും ടൈമല്ലേ ആയിട്ടുള്ളൂ, നീ ഒന്ന് ടൈം കൊടുക്ക്. അല്ല, നീ എന്നോട് പറഞ്ഞത് നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നേ? അപ്പൊ നിനക്ക് ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയ പോരെ? അത് തന്നെ വന്ന കാര്യം പറയത്തില്ലേ? ഇതിന്റെ ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് നീ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് ചാൻസ്. ഇതെന്ത് ഫേസ്ബുക്കാ? ഞാൻ പുള്ളിക്കാരിക്ക് റിക്വസ്റ്റ് എടുത്ത് പുള്ളിക്കാരി അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അന്നൊരു പണി, നീ റിക്വസ്റ്റ് ചെയ്യ്. ഇത് പറയണ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്റെ പൊന്നു മോള്. അല്ല, ആരോടാ ഞാനീ പറയണേ? എന്റെ രൂപം കണ്ടിട്ട് പേടിച്ചു പോയി കിടന്ന ആളല്ലേ നീ. നിന്റെ രൂപം കണ്ടിട്ട് ബോധം പോയതാണ് അവള്. അപ്പോഴാണ് ഇതുവരെ കാണാത്ത ഒരു പുത്തൻ രൂപം കണ്ട ഞാൻ. മാത്രമല്ല, ഞാൻ ആ സമയത്ത് ഫുൾ ധൈര്യവും സംഭരിച്ച് പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോയതല്ലേ. അപ്പൊ എന്നോട് നേരിട്ട് അവർക്ക് കാര്യം പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഒന്നും കൂടി വരൂലായിരുന്നു. എന്റെ ഒരു ഊഹം വെച്ചിട്ട് ആ ആന്റി എന്തായാലും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാകുമല്ലോ നിന്റെ മുമ്പിൽ പിന്നെയും വന്ന് നിന്നെ പേടിപ്പിക്കാൻ. അതെ, ഇതുവരെ ആന്റി നമ്മളെ പേടിപ്പിച്ചിട്ടേ ഇല്ലല്ലോ. ശരിയാണ്. ചേർമയുള്ള താക്കോൽ എന്താണ് സാറാ? മോളെ, അത് നമ്മുടെ അടുത്തുണ്ട്. എനിക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈശ്വരൻ, ഇപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ ഞാനൊരു ഐഡിയ പറയട്ടെ. നിങ്ങൾ നീന്താനറിയോ? നമുക്ക് ഈ കുളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ടാലോ? വേണ്ട 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 വേണ്ട. ഞാനൊരു ഐഡിയ പറയട്ടെ. എന്തായാലും ഇനി ഒരു അവസാനം കണ്ടേ പറ്റുള്ളൂ. വന്നത് വരട്ടെ, നമുക്ക് തിരിഞ്ഞു നോക്കാം. ഞാൻ 1, 2, 3 എണ്ണി കഴിഞ്ഞ ഉടനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കണം. ഓക്കെ? 1, 2, 3 തിരിഞ്ഞോ? ചേർമയുള്ള പിന്നെ ആ പാട്ട് കേൾക്കണ്ട്. നീ ഈ പാട്ട് കേട്ടിട്ടാണ് ഇപ്പൊ പേടിച്ച്. അത് ഇന്നലെ അവൻ പാടിയില്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടായിട്ടേ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് റിംഗ് ടോൺ ആക്കി വെച്ചതാ ഫോണില്. എടാ, അവനാ അവൻ.
ഹലോ ആടെ പറയ. പ്രിയ, ഇന്നലെ പറഞ്ഞ ഫോട്ടോ ഇല്ലേ, അത് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. സാർ ഉദ്ദേശിച്ച ആൾ ഇത് തന്നെയാണെന്ന് നോക്കി. ഞാൻ നോക്കട്ടെ. നീ കട്ട് ചെയ്യല്ലേ. എന്ത്? അവൻ വാട്സപ്പില് ഫോട്ടോ അയച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ചേർമയുള്ള താക്കോൽ കൂട്ടം കീലും നീടും പറയൂമേ കെവിൻ, ഇവരെ തന്നെ കണ്ടേക്കണേന്നാ പറയുന്നത്. ആണോ? കെവിൻ ഇവരെങ്ങനെ മരിച്ചെന്നറിയോ? അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അവനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവനത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നോട് പറയാം. ഓക്കെ, ഇവരുടെ വീട് എവിടെയെന്നറിയോ? വീടിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് പ്രിയയുടെ വാട്സപ്പിൽ സെൻഡ് ചെയ്തേക്കാം. ശരി എടാ, ശരിയടാ. ഓക്കെ. അവളെന്നാ വന്നേ? നാളെ വരുമെന്നാ പറഞ്ഞേക്കുന്നേ അവള്. അന്ന് അവളും കൂടി വരട്ടെ, ഒരുമിച്ച് പോയി പുള്ളിക്കാരുടെ വീടിന്റെ അവിടെ പോയി അന്വേഷിക്കാം. കുറച്ച് ദിവസം ഇല്ല, രണ്ടെണ്ണത്തിനും കൂടി ഒരുമിച്ച് ഒന്ന് കണ്ടിട്ട്. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് നേരെ ഇങ്ങോട്ട് പോന്നതാ. ഇരിക്കട്ടാ. ഇതെന്തിപ്പോ ബഹുമാനം എത്ര? പ്രിയേ, എന്താടി സാറേ കാണുന്നുണ്ട് കട്ടിട്ട്. പുതിയ ബാഗൊക്കെ വാങ്ങിയ? നീ ഇതിപ്പോ ഒന്ന് ഇപ്പൊ വന്ന്. അതെ, എന്തെന്ന രണ്ടെണ്ണോട് ഈ കുണുകുണു പറഞ്ഞോണ്ടിരിക്കണ? ഇപ്പൊ കറക്റ്റായി. പിന്നെ സുഖല്ലേ മകളെ? സുഖം. നാട്ടിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പോയിട്ട് എന്താ സാധാരണ പറയാൻ അടിപൊളി. പിന്നെ പരമസുഖം. നിനക്കും 2 ദിവസം ഇവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് സുഖത്തിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കെന്താ മനസ്സിലാവാത്തെന്നറിയോ? ഈ ഹെയർ എക്സ്റ്റൻഷൻ എടുത്തുകൊണ്ട് വന്നത് ഇവള്. അപ്പൊ ആ എക്സ്റ്റൻഷന് നീയായിട്ടൊരു കണക്ഷൻ വന്ന്. നമ്മളിൽ ആകെ ഈ പുള്ളിക്കാരിന് നേരിട്ട് കേട്ടിട്ടുള്ളത് കെവിൻ. അവന്റെ ലബറാണ് നീ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ വേണമെങ്കിൽ അതിന് നീയായിട്ടും വരാം. എന്നിട്ട് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് യാതൊരു ബന്ധുവില്ലാത്ത എന്റെ വെക്കിട്ട സാധനം കയറിക്കൊണ്ടിരിക്കണത്? അതെന്താ അറിയോ? അതിന്റെ ലക്ഷ്യം സാധിക്കാനുള്ള ആള് നിന്റെ വീട്ടിലുള്ളോണ്ടാ. അല്ല, അങ്ങനല്ല, അതങ്ങനെ എന്നോട് പറഞ്ഞത്. അത് ശരിയാ. കാര്യം നമ്മളെ വെച്ച് നോക്കുമ്പോഴേ തലയിൽ ഇത്തിരിയെങ്കിലും ആൾതാമസം ഉള്ളത് എനിക്കാണെന്ന് ആ പുള്ളിക്കാരി വരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താ മോളൂസ അങ്ങനെ ഒരു ടോക്ക്? അത് നീ പറഞ്ഞത് ശരിയാവില്ല കേട്ടോ. എനിക്ക് തോന്നണതേ, ആ പുള്ളിക്കാരി അത്യാവശ്യം ഏജ്ഡ് ആണല്ലോ നീ പറഞ്ഞേ. നിന്റെ വീട്ടിലും അതേ ഏജ്ഡ് ആയിട്ടുള്ള 2 പേരില്ലേ? ചിലപ്പോ ഇവിടത്തേലും കംഫർട്ട് അവർക്ക് അവിടെയാന്ന് തോന്നിക്കാണും. പിന്നെ അതെന്റെ വീട്ടിലേക്ക് എന്താ ഗസ്റ്റ് ആണല്ലോ, ഏജ് കാറ്റഗറിയും കംഫർട്ടബിൾ ഒക്കെ നിൽക്കാനായിട്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് വെക്കാന്ന് പറഞ്ഞാൽ 2 മണിക്ക് ശേഷമുള്ള സ്പെഷ്യൽ ക്ലാസ് ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. അതെന്താ? ഇടി, എന്നാലല്ലേ നമുക്ക് കെവിൻ പറഞ്ഞ ലൊക്കേഷനിൽ വൈകിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോ ഇതിനെ വൈകുന്നേരം ആക്കുന്ന, ഇപ്പൊ തന്നെ ഇറങ്ങാ. ഒരു ലീവ് എടുത്താ പോരെ? നിനക്കതിന് പറ്റും. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വേറെ നാട്ടിലുള്ളവരല്ല. അപ്പൊ ഇവിടെ എന്ത് കാണിച്ചാലും പെട്ടെന്നൊന്നും വീട്ടിലേക്ക് അങ്ങനെ എത്തൂല. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പൊ തന്നെ അപ്പനും അമ്മയും ചോദിച്ചു തുടങ്ങി എപ്പോഴും ഉറക്കവും കറക്കവും മാത്രമേ ഉള്ളൂന്ന്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം പോവാ. എന്നാ പിന്നെ 2 പേര് കഥ പറഞ്ഞ് നിൽക്കാണ്ട് ഇറങ്ങിക്കേ. ക്ലാസ് തുടങ്ങാൻ സമയമായി അവിടെ. ഈ ബുക്കും എന്നെ ഒന്ന് ബാഗിലെത്തും. അവള് ബാഗ് കൊടുക്കൂല. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണം. ബാ, ഇറങ്ങുവാ, പോവാ. അവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ വീടാവാനാണ് ചാൻസ്. പക്ഷെ ഇവിടെയും കുറച്ച് മനുഷ്യര് താമസമുണ്ടെന്നോ തോന്നുന്നു. ഇനിയിപ്പോ ഇത് ആരോടൊന്ന് അന്വേഷിക്കാ? അവിടെ ഒരു അങ്കിൾ നിൽപ്പുണ്ട്, നമുക്ക് ചോദിച്ചാലോ? ചേട്ടാ, ഇതാ ആ വീട്ടിലാരാ താമസിക്കുന്നേ? എന്റെ മക്കളെ വീട് വാടകയ്ക്ക് അന്വേഷിച്ചു വന്നതാണ്. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇതിനെ പറ്റി നമ്മളെന്തിനാ അന്വേഷിക്കും? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു ഇങ്ങനെ ഒരു വീടുള്ള കാര്യം? അല്ല, ഇതിന്റെ ഓണറിനെ ബാച്ചിലേഴ്സ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യമില്ല അവർക്ക്. ഒന്നാമതിന്റെ ഓണർ ഇവിടത്തെ കാരണമല്ല. നിങ്ങൾ ചെറുപ്പക്കാർ എന്തെങ്കിലുമൊക്കെ ഒരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങളായി അനുഭവിക്കേണ്ടി വരുന്നു. അല്ല, അപ്പൊ അതിന് മുന്നേ ആരാ താമസിച്ചേ? അത്യാവശ്യം ഒരു പ്രായമുള്ള സ്ത്രീ ആയിരുന്നു. പേര് റീത്ത. അവര് 8 മാസം മുമ്പ് മരിച്ചുപോയി. പിന്നെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ ആ വീടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്ത് ഇഷ്യൂ? അല്ല, അതിനുശേഷം പിന്നെ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ജസ്റ്റ് ചോദിച്ചതാ. ഇഷ്യൂ ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ 6-7 വീട് വാടക കൊടുത്തത്. വലിയ പണക്കാരനാണ് പുള്ളി. പിന്നെ വീടൊന്ന് വൃത്തിയായി കിടക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനസ്സിലെങ്കിൽ ഒരാളെ കിട്ടണം. അങ്ങനെ ഒരാളെ കിട്ടാത്തതുകൊണ്ടായിരിക്കും വീട് വാടക കൊടുക്കാത്തത്. അല്ല, അപ്പൊ ആ പുള്ളിക്കാരി ഈ വീടിനുള്ളിൽ വെച്ച് തന്നെയാണോ മരിച്ചത്? അത് വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആയിരുന്നു കാർഡിയക് അറസ്റ്റ്. മരിച്ച അന്ന ദിവസം ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇപ്പൊ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സ്മെല്ല് വന്നപ്പോഴാണ് പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് ഒരു ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി. അല്ല, അപ്പൊ അവർക്ക് സ്വന്തക്കാരും ഇല്ലേനോ? അവരിവിടെ തനിച്ചായിരുന്നു താമസം. പിന്നെ ഭർത്താവ് പണ്ടേ മരിച്ചു പോയതാ. പിന്നെ ഒരു മകനുണ്ടായിരുന്നു. അവനായിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അവരിവിടെ വന്ന് താമസിച്ചത്. അല്ല, നിങ്ങളെ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ആളുടെ മരണത്തിന്റെ കാരണം ശരിക്കും കാർഡിയക് അറസ്റ്റ് തന്നെയല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും അല്ല, ആരെങ്കിലും കൊന്നതോ മറ്റോ? നിങ്ങൾ ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത്? ശരിക്കും നിങ്ങൾ വീട് നോക്കാൻ തന്നെ വന്നതാണോ? അതെ, അത് ഇവക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലാണ്, അതിന്റെ. എന്തായാലും അവരുടെ മരണ കാരണം കാർഡിയക് അറസ്റ്റ് ആയിരുന്നു, മറ്റൊന്നുമല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ലേട്ടെ, ഈ പറഞ്ഞ പുള്ളിക്കാരി അത്യാവശ്യം നല്ല മുടിയുള്ള ടൈപ്പായിരുന്നു. മുടിയാ? മോൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഇവിടെ ഈ ഭാഗത്തെ ഹെയർ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് മുടി കൊടുക്കണ ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ ചേച്ചിയാണോ ആ ചേച്ചി എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അതേതായാലും ഇവരാകാൻ ചാൻസ് ഇല്ല. അങ്ങനെ കൊടുക്കാൻ വേണ്ടി മാത്രം മുടി ഇവർക്കുണ്ടായിരുന്നില്ല. എന്നാ ശരി, നമുക്ക് ശരി. ശരി. ഒരു കാര്യം മനസ്സിലായി, ആ മുടിയുടെ ഉടമസ്ഥ എന്തായാലും ഈ പുള്ളിക്കാരി അറിഞ്ഞില്ല. അതപ്പോ ആരായിരിക്കും? ആരാവും? മേശപ്പുറത്തിരിക്കുന്ന ചോറും കറിയൊക്കെ വയറിറച്ച് കഴിച്ചിട്ടേ പഠിക്കട്ടെ പോയി. അല്ലമ്മേ, അവിടെ സംസ്കാരം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പോയി തുടങ്ങിയാ? ഓരോരുത്തരായിട്ടൊക്കെ പോയി തുടങ്ങണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങും. ഓ, അരമണിക്കൂറാ? അപ്പൊ പിന്നെ ഇവിടെ എത്താനായിട്ട് ഇരുട്ടാവൂല? ഒറ്റയ്ക്ക് ഇരിക്കാൻ വലിയ ആഗ്രഹമായിരുന്നില്ല. അല്ല, അതെ. അല്ല, ഒന്നുമില്ല. അമ്മ വന്നാ മതി. അവസ്ഥ ഇത് മുടി വാങ്ങിയത് അവൾ അനുഭവിക്കുന്നത് ഞാൻ. ഓടിയാൽ ഇവിടം വരെ ഓടും. എന്തായാലും എനിക്ക് എൻ്റെ ദൗത്യം നിറവേറ്റാണ്ട് നിങ്ങൾ പോകാൻ കഴിയില്ല. എന്നെ നേരിൽ കാണാൻ സാരയുടെ മനസ്സിൽ പാകപ്പെട്ടെന്ന് തോന്നിയോണ്ടാ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ അന്ന് ഞാൻ നേരിട്ട് വന്നത്. പിന്നെ അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് എന്നിലേക്ക് എത്താനുള്ള ഓരോ സൂചനകളും ഞാൻ തന്നെ കാണിച്ചു തന്നത്. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞേ മതിയാവൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഈ എക്സെപ്ഷനിലുള്ള മുടി നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ എൻ്റേതല്ല. അറിയില്ല, നിങ്ങളുടെ സുഹൃത്ത് അനുപമ വാങ്ങിയതുപോലെ തന്നെ ഞാൻ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ വാങ്ങിയതാ. ഇതെൻ്റെ ജീവിതത്തിൽ വന്നേ പിന്നെ സ്വസ്ഥമായിട്ടൊരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ മുടിയുടെ യഥാർത്ഥ ആളാണോ എൻ്റെ അവസ്ഥയിലിരിക്കുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. ആരോ ഒരാൾ നിരന്തരമായി എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അവസ്ഥ മീൻസ്? ഞാൻ മരിക്കുന്നതിന് മുൻപേ എൻ്റെ ശരീരം ഉപയോഗിച്ചാണ് ഇതിലെ ആത്മാവ് അതിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിച്ചത്. എന്നാൽ അതിൻ്റെ ലക്ഷ്യം നിറവേറുന്നതിന് മുമ്പേ കാർഡിയക് അറസ്റ്റ് വന്ന് ഞാൻ പോയി. ആ ലക്ഷ്യം സാധിക്കാത്തത് കൊണ്ടാണ് ഈ ലോകം വിട്ടും നിങ്ങളെ വിട്ടും പോകാതെ ഇങ്ങനെ ഞാൻ നടക്കുന്നത്. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ആരും ആക്രമിച്ചില്ലാതാക്കിയതാണ് ജീവനെ.
ചിലപ്പോൾ സ്നേഹത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റേതോ വഴി. അവരോടുള്ള പ്രതികാരം വീട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെല്ലാം എന്തിനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മാവിന് മോശം കിട്ടുമായിരിക്കും. ഇതാരാ ആളെന്ന് നിങ്ങൾക്കറിയോ? സോറി, ഞാൻ നിങ്ങളെന്നൊക്കെ വിളിക്കണത് ഇഷ്ടമാണുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാഡമെന്നോ ആൻറ്റിന്നോ എന്താ ഇഷ്ടമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അത് വിളിക്കാം. മോളുടെ പേടി എനിക്ക് മനസ്സിലാവും. പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകൻ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്നെ ചവിട്ടി പുറത്താക്കിയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവനെ വേദനിപ്പിക്കാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ അറിഞ്ഞുകൊണ്ട് മോളെ ഒരിക്കലും ഉപദ്രവിക്കില്ല. അതിപ്പോൾ മോളെന്ത് വിളിച്ചാലും. ആൻറ്റീനെ ഇപ്പം ഞാൻ കണ്ടില്ലേ, അതുപോലെ ആ ആളുടെ ഫേസ് ആൻറ്റി കണ്ടിട്ടുണ്ടോ? ഇല്ല, അതതിൻ്റെ രൂപം കാണിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കാർഡിയോക് അറസ്റ്റ് വന്ന് ഞാൻ. ഇതിപ്പോൾ യഥാർത്ഥ ആളുടെ രൂപം പോലും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്ത് കണ്ടുപിടിക്കാനാ? അല്ല, പറയണോണ്ടൊന്നും തോന്നരുത്. ആൻറ്റി പറഞ്ഞ ആൻറ്റിക്ക് അങ്ങനെ ആരും ഉപദ്രവിക്കാനുള്ള മൈൻഡുള്ള ആളല്ലാന്ന്. എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പൊക്കൂടെ? ഇനി ആ ലക്ഷ്യത്തിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ സാറാ, ഞാനായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഉപദ്രവിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മരിക്കുന്നതിന് മുമ്പ് അതെൻ്റെ ശരീരത്തിൽ കയറിയിരുന്നു. ഒരു പരിധിയിലധികം എന്നെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ എനിക്ക് കഴിയില്ല. അതാഗ്രഹിക്കുന്ന രീതിയിൽ അതിൻ്റെ ലക്ഷ്യം സാധിച്ചില്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളോട് പ്രതികരിക്കാൻ പോകണമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ലക്ഷ്യം സാധിച്ചു കൊടുക്കാതെ നമുക്ക് ആർക്കും സ്വസ്ഥതയുണ്ടാവില്ല. ആൻറ്റി ഇപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ആരുടെ കയ്യിലാണ് വാങ്ങിയത്? പത്ത് തന്നെ വന്നു. ഇന്നലെ ആരാ എന്നോട് വന്നാൽ സംസാരിച്ച്? നടക്കണതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റണ്ട. സത്യമാണ്. അവരുടെ ഒടുക്കത്തൊരു ഹെയർ എക്സ്റ്റൻഷൻ. എന്തൊന്നും ഇതിൻ്റെ ലക്ഷ്യം? എന്താ അതിനു വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ ആൻറ്റി എന്ന് പറഞ്ഞ ആൾ എവിടെ നിന്നാണ് ഹെയർ എക്സ്റ്റൻഷൻ വാങ്ങിയെന്ന് ചോദിച്ചിട്ട് അതും പറഞ്ഞില്ല. ആരാ? വേറെ ആരാ? ഞാനാണ് മോളെ. ഇതെന്താ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട് കിടക്കണേ? അതൊന്നുമില്ല, ഞാൻ കണ്ടിട്ടാ. ആ ശരി, എന്നാ താഴേക്ക് വരട്ടെ, ഭക്ഷണം കഴിക്കാം. എന്തിട്ട് മോളെ ഇത്ര ആലോചിച്ച് മന്ദിച്ചിരിക്കണേ? ഇന്നലെ വന്നപ്പോൾ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കണേ. അത് എക്സാമിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓർത്തിട്ടെ ടെൻഷൻ. അല്ല, ഇന്നെന്താ കോളേജിൽ പോണില്ലേ? ഇതിപ്പോൾ സ്റ്റഡി ലീവാ, സെം എക്സാം ഒക്കെ വന്നല്ലേ അതിൻ്റെ. ആഹാ, എന്നിട്ടാണ് ഇങ്ങനെ ഉറങ്ങുന്നു ഇരിക്കണത്. വേഗം കഴിച്ചിട്ട് പോയി പഠിക്കാൻ നോക്ക്. ഈ ഇടയായിട്ടേ ഞാനിപ്പോൾ കുറേ വെറൈറ്റി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു സ്വപ്നം കണ്ട്. എന്ത് സ്വപ്നം? ഒരു ക്ലയൻറ്റ് എൻ്റെ മുമ്പിൽ കേസായിട്ട് വന്നിരിക്കുന്നു. ഒരു മർഡർ കേസാണ്. ചില കാര്യങ്ങളെ സ്വപ്നം എഴുതുന്നതാണ് ക്ലിയർ ആയില്ല. പക്ഷെ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അതിനകത്തൊരു മുടിയുടെ കാര്യം പറയണ്ടായിരുന്നു. മുടിയുടെ എന്ത് കാര്യം? അത് ഈ മരിച്ചുപോയ കുട്ടിയുടെ ബോഡി കിട്ടിയപ്പോൾ തലയിൽ മുടി ഉണ്ടായിരുന്നില്ല, മുടി മുറിച്ച് കളഞ്ഞ പോലെയാണെന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെന്താ ആ സ്വപ്നത്തിൽ കണ്ടത്? അങ്ങനെ അധികമൊന്നും കണ്ടില്ല. അപ്പോഴത്തേക്ക് നേരം വെളുത്ത്. പിന്നെ മോളന്ന് അനുപമയുടെ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിച്ചില്ലേ, അതിനുശേഷം ഞാൻ കണ്ട ഒരു മിക്ക സ്വപ്നങ്ങളിലും ഈ മുടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഹെയർ റിലേറ്റഡ് എന്തൊക്കെ സ്വപ്നം അപ്പം ഇതുവരെ കണ്ടേക്കണേ? എന്തൊക്കെയോ കുറെ കണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എല്ലാം ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പം ഇന്നലെ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതിനകത്ത് അയാൾ ഈ കേസിനെ റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പറഞ്ഞായിട്ട് ഓർക്കേണ്ട? അതായത് എങ്ങനെ കൊന്നേന്നോ അല്ലെങ്കിൽ അയാൾക്ക് സംശയമുള്ള ആരുടെയെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും? കൊള്ള, ഇതാൾ നേരിട്ടെന്ന് പറഞ്ഞതല്ല, ഞാൻ സ്വപ്നം കണ്ടതല്ലേ. പിന്നെ എന്തോ കൂടി പറയണ്ടായിരുന്നു. അതെ, അയാൾ മീരാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. സംഗതി സ്വപ്നമാണെങ്കിലുണ്ടല്ലോ, ചില സ്വപ്നങ്ങൾ നമ്മൾ ശരിക്കും നടന്ന പോലെ ഫീൽ ചെയ്യില്ലേ, ആ ഒരു വിഷമത്തിലാണ് ഞാൻ എണീറ്റത്. എങ്കടി ഓടണേ? വേറൊന്നുമല്ല, ഞാനേ അവർക്ക് നോട്ട്സ് അയച്ചു കൊടുക്കാൻ മറന്നുപോയി. ഇടയ്ക്ക് അതിൻ്റെ മൈൻഡ് മാറുന്നുണ്ടല്ലോ.
മീരയുടെ മുടിയാണോ ഇത്? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ക്ലൂ എങ്കിലും താ. ഇതേ നോക്ക്, ഇതൊക്കെ എന്തിനാന്ന് അറിയേണ്ടത് ഞങ്ങളുടെ സ്വസ്ഥയുടെ കാര്യം മാത്രമല്ല, തനിക്കും കൂടി മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ പേര് മീര എന്നാണോ? ഞാൻ ആൻറ്റീനെ അയച്ചെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ. എവിടെ സെം എക്സാം എനിക്ക് വന്നത്, ഞാൻ എങ്ങനെ തോറ്റുപോയി എൻ്റെ അപ്പനോട് വേണ്ടി താൻ വന്ന് ഉത്തരം പറയോ? തനിക്ക് ഉണ്ടായിട്ടുണ്ടാവൂലേ അപ്പനും അമ്മയൊക്കെ? എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്നത് ഇപ്പൊ തൻ്റെ കാര്യത്തിനാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുക. എന്താ ഞാൻ തനിക്ക് വേണ്ടി ചെയ്യണ്ടേ? ഒരു ക്ലൂവും തരാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? അപ്പൊ താൻ തനിക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുള്ളൂ. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇപ്പൊ പറയണം, അല്ലാണ്ട് തൻ്റെ സൗകര്യത്തിന് നിന്നാലും നീ എന്നെ കിട്ടില്ല. നീ എന്തെങ്കിലും ചെയ്യും. ഹലോ അനു. എടാ ഇത് ഞാനാടാ, പ്രിയാണ്. അവളെവിടെ? അവളിവിടെ ഷോക്ക് അടിച്ചിരിക്കുക. അവള് കാരണമുള്ള നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. എടാ നീ കോളൊന്ന് സ്പീക്കറിലിട്ടെ. അനു അങ്ങനെ ഒന്നും ഇല്ലടാ, നീ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ. അത് വിട്. ഞാനിപ്പോ വിളിച്ചതേ, നിനക്ക് ഈ മീരാന്ന് പരിചയമുള്ള ആരെങ്കിലും അറിയോ? മീര എന്ന് പേരുള്ള ഒരാളെ എനിക്ക് ശരിക്കും ഓർമ്മയില്ല സാറാ. ഞാനൊന്ന് കോണ്ടാക്ട് ലിസ്റ്റ് നോക്കി പറഞ്ഞാൽ മതിയോ? മതി. അപ്പൊ പ്രിയ, അതില് നിന്റെ അറിവിലും മീരാന്ന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് പറയട്ടാ. ആടാ നോക്കാം. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരാൾ അന്വേഷിക്കാൻ കാരണം? അത് പപ്പയുടെ ഒരു സ്വപ്നം. ഞാൻ ജസ്റ്റ് ഇതായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയതാ. സംഭവം വേറൊന്നും ഇല്ലെന്നാ തോന്നണേ. എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സൂചന പോലും വെറുതെ വിട്ടുകളയണ്ടെന്ന് ഓർത്ത് ഞാൻ ഒന്ന് ചോദിച്ചതാ. അതുപോലെ മീരാന്ന് പേരുള്ള ആരെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിലേ, ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോന്നും കൂടി ഒന്ന് അന്വേഷിക്കണേ. ഇനിയിപ്പൊ മരിച്ചുപോയെന്ന് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലേ, ആളുടെ ബോഡി കിട്ടിയ സമയത്ത് ആ തലയിലെ മുടി മുറിച്ചു മാറ്റിയ രീതിയിലാണോ കണ്ടു കിട്ടിയെന്നും കൂടി ഒന്ന് ചോദിക്കണേ. മീരാന്ന പേരല്ല, മുടി മുറിച്ചതാണ് സൂചന. ചേർമയുള്ള താക്കോൽ കൂട്ടം കീലുങ്ങിടും കാതിലുണ്ടലു കാറ്റുമാല മാറിയും കണ്ടണിഞ്ഞലഞ്ച ഗന്ധമേ എന്തായാലും നേരിട്ടേ പറ്റുള്ളൂ. പറഞ്ഞോടെ. എടാ സാറാ, നീ ചോദിച്ചില്ലേ മീര എന്ന് പേരുള്ള ആരെങ്കിലും അറിയാമോന്ന്? ആ പേര് കേട്ടപ്പോഴേ എൻ്റെ മൈൻഡിലേക്ക് വന്നതാ, ഈ പേരിൽ എനിക്ക് ആരെയോ അറിയാലോന്ന്. പിന്നെ അതൊന്ന് ഉറപ്പിച്ചിട്ട് പറയാലോന്ന് ഓർത്ത്. അതെൻ്റെ അമ്മയുടെ കൂടെ കുടുംബശ്രീയിലുള്ള ആൻറ്റിയുടെ മോളുടെ പേര് മീര എന്നാടാ. ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമൊന്നുമില്ല, എന്നാലും ആ പേര് ഓർത്തിരിക്കാൻ കാരണം പുള്ളിക്കാരി കുറച്ച് മാസം മുമ്പ് മരിച്ചു പോയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അമ്മ എപ്പോഴും വന്ന് വിഷമം പറയുമായിരുന്നു എന്നോട്. കാരണം നമ്മുടെയൊക്കെ ഒരു ഏജ് ആയിരുന്നു സാറാ. എടാ, ആളെങ്ങനെ മരിച്ചെന്നറിയോ? അത് ക്യാൻസർ ആയിരുന്നടാ. ആളുടെ ഫോട്ടോ ഒന്ന് ഒപ്പിക്കാൻ പറ്റുമോ? അതിപ്പോ അമ്മേനോട് പെട്ടെന്ന് ചോദിച്ചാ എന്തിനാന്ന് ചോദിക്കും. എന്നാലും സാരില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കാടാ. ഓക്കെ, ഞാൻ എന്തായാലും നാളെ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാം. വീട്ടിൽ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ട്. അനുവിനോടൊന്ന് പറഞ്ഞേക്കട്ടെ. ശരിടാ, എങ്ങനെയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ശരിടാ, ഓക്കെ. അനു, അവിടെ എന്താ അങ്ങനെ പോയി മാറി നിൽക്കണേ? ഒന്നും പറയണ്ട, രാവിലെ തൊട്ട് അവള് ഭയങ്കര ശോകം. ഇവളിത് വന്ന് എന്താ അനു, എന്താ നിന്റെ പ്രശ്നം? കാര്യം പറ. മര്യാദ നിങ്ങളെ കൂടി ഞാൻ കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കിയിട്ട്. എടാ, നീ അതിനിത് അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ല, പിന്നെ എന്തിനാ നീ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? മാത്രമല്ല, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അതേ വാങ്ങുള്ളൂ. അതെ. എടാ പ്ലീസ്, നീ ഒന്ന് ഓക്കെ ആവ. നമ്മുടെ ഉള്ള സന്തോഷം കൂടി നീ കളയല്ലേ. അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ബെഞ്ചു. നീ പറയാറുള്ളത് ശരിയാ. എനക്ക് എന്ത് ഇഷ്യൂ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പരീക്ഷയ്ക്ക് എന്തായാലും തോക്കും.
പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അയ്യേ എടി, അത് ഞാൻ ഇവളെ കളിയാക്കാൻ വേണ്ടി ചുമ്മാ തമാശക്ക് പറയുന്നല്ലാണ്ട്. അല്ല അതിരിക്കട്ടെ, ആരാ ഇനിയിപ്പോ ഇവിടെ തോക്കാൻ പോണേ? ഈ സെം നമ്മ 3 പേരും ജയിക്കും, അതും സാധാരണയിലും കൂടുതൽ മാർക്കോടെ. ചുമ്മാ ഇരിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞ സാധനത്തിനൊന്നും ഓക്കേക്കണം. ഓ അതായിരുന്നു ഞാനോർത്ത് ഈ നടക്കാത്ത കാര്യമൊക്കെ നീ എന്തിനീ വിളിച്ചു പറയുന്നു. ഒന്ന് ചിരിക്കടി മോളെ. എടാ ഒന്ന് ഇപ്പൊ പരീക്ഷയ്ക്ക് എന്തായാലും പൊട്ടല്ലേ? പിന്നല്ലാണ്ട് നല്ല ചിരിക്കടി. പിടിച്ചോ. അല്ല എടാ, മറ്റേ ആ മീരയുടെ ഫോട്ടോ കിട്ടിയായിരുന്നാ? അയ്യോ അമ്മ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവളുടെ ഈ ഒരു ഇതിൽ ഞാൻ വിട്ടുപോയിന്നേ. നീ എന്തേ ആലോചിക്കുന്നേ? ആരെങ്കിലും എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണ്ടോ നോക്കിയതാ. എടാ, ആള് ക്യാൻസർ ഒന്നും മരിച്ചെന്നല്ലേ പറഞ്ഞത്? ഈ ക്യാൻസർ വരുമ്പോ ചില ആൾക്കാർ മുടി മുറിച്ച് കളയാറില്ലേ? അതെന്താ അറിയോ, ഈ ക്യാൻസർ വരുമ്പോൾ ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്യുമല്ലോ, ഈ കീമോതെറാപ്പിയും ഈ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് എല്ലാം. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മുടി എന്തായാലും കൊഴിയും. ആ മെന്റലി അവർ ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ മുടി മുറിച്ച് മാറ്റും, ചില ആൾക്കാർ ഷേവ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യാറുണ്ട്. എടാ പക്ഷെ എല്ലാവരുടെയും കേസിൽ ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ. ഈ കുട്ടിയുടെ കേസിൽ അതെന്തായിരുന്നു സംഭവം? എടാ മോനെ, ഒന്നാമത്തെ കേസ് ഞാൻ ഈ കുട്ടീനെ കണ്ടേക്കണം വളരെ ലിമിറ്റഡ് ആയിട്ടാ. പിന്നെ ഈ കൊച്ചു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, മീൻസ് എക്സ്ട്രീം ഇൻട്രോവേർട്ട്. ആ കുട്ടിയുടെ അമ്മേനോട് പോലും അധികം സംസാരിക്കാറില്ലെന്നാണ് ആ ആൻറ്റി എൻ്റെ അമ്മേനോട് പറഞ്ഞു കേട്ടുള്ള ഒരു അറിവ്. പുള്ളിക്കാരിയുടെ മുറിയായിരുന്നു ആളുടെ ലോകം. കുറേ പുസ്തകങ്ങളുടെ നടുവിൽ എപ്പോഴും എഴുത്തും വായനയൊക്കെ ആയിട്ട്. വാട്സപ്പ് തന്നെ ആ കൊച്ചു ഉപയോഗിക്കലില്ലായിരുന്നു. നമ്മളിപ്പോൾ ഈ കണ്ട ഫോട്ടോ തന്നെ അമ്മ ഏതോ ഒരു കല്യാണ ആൽബത്തിൽ നിന്ന് ഒപ്പിച്ചെടുത്തത്. അപ്പൊ ഈ കുട്ടി പഠിക്കാനൊക്കെ നല്ല മിടുക്കായിരുന്നാ? ആ ബെസ്റ്റ്. എടാ ഈ കുട്ടി ക്ലാസ് ടോപ്പർ ആയിരുന്നില്ല, ഡിസ്ട്രിക്ട് ടോപ്പർ ആയിരുന്നു. ഭയങ്കര മിടുക്കിയായിരുന്നു. +2 എൻ്റെ അമ്മ എനിക്ക് തലയ്ക്ക് സോയിട്ട് നിന്നിട്ടില്ലേ കൊച്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. സ്വാഭാവികം. അതെ. ആ അത് പറഞ്ഞപ്പോഴാ പ്രൈസ് മേടിക്കാൻ പോലും ആ കുട്ടി സ്റ്റേജിൽ കയറില്ല. അതിന്റെ അമ്മയെ പോയി മേടിച്ചോണ്ടിരുന്ന വെച്ചതൊക്കെ. അത്രയ്ക്ക് ഉൾവലിഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ആൾക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേനോ? അതിനങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അടിക്കുന്ന ഒരു ടൈപ്പ് കൊച്ചായിരുന്നില്ല അത്. അല്ല ഈ കുട്ടിക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങള്, മീൻസ് ആരോടെങ്കിലും റിലേഷൻഷിപ്പ് വല്ലതും? അതും എൻ്റെ അറിവിലില്ല. അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇത്ര ഇൻട്രോവേർട്ട് ആയിട്ട് ഒരാൾക്ക്, അതും ഫ്രണ്ട്സ് പോലും ഇല്ലാത്ത ഒരാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതൊന്നും പറയാൻ പറ്റൂലോ. സപ്പോസ് ഇങ്ങനെ ഒരാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായെന്നിരിക്കും, ആളാ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. അത് ശരിയാ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതിലെല്ലാം എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റൂല. അല്ല ഈ മീരയ്ക്ക് നല്ല മുടിയുള്ള ടൈപ്പ് ആയിരുന്നല്ലേ? ഏയ് ഇല്ലടാ, ഞാൻ കാണുമ്പോഴൊന്നും ആ കുട്ടിക്ക് അത്രയും മുടിയൊന്നുമില്ല. നമ്മുടെ അനുവിന്റെ ഒക്കെ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഹെയറിനും. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല പിന്നെ ആ ആന്റിയുടെ അവസ്ഥയിൽ കൂടെ തന്നെ പോയ ആളായിരിക്കും മീര്. ആന്റിയാ? ഏത് ആന്റി? എടി ഞാൻ നേരിട്ട് കണ്ടില്ല ഒരു പ്രേതത്തിന്. എന്നിട്ട് നമ്മൾ അന്വേഷിച്ച ഒരു അങ്കിളിന്റെ അടുത്തൊക്കെ പോയിട്ട് റീത്ത. ആ ആന്റിന്റെ എന്താ അവസ്ഥ? ആ അത് ഞാൻ മക്കളോട് പറഞ്ഞില്ലായിരുന്നല്ലേ? ഓ അതാണ് നീ വിളിച്ചപ്പോ എന്തൊരു കാര്യം നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ? അതെ, കാര്യമല്ല കഥ, സിനിമയെ വെല്ലുന്ന കഥ. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ എന്റേതല്ല. എന്താ വെച്ചാല് അതിനകത്തൊരു മുടിയുടെ കാര്യം പറയണ്ട. അപ്പോഴാ മീരാന്ന് പേരുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോന്ന് ചോദിച്ച് ഞാൻ വിളിച്ചത്. എന്റെ പടച്ചോനെ, പ്രേതത്തിനോടൊരു പ്രേത പടത്തിൽ പോലും ഇങ്ങനത്തെ ടിസ്റ്റ് ഉണ്ടാകല്ല. മരവിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഞാനൊക്കെ ഇരിക്കുന്ന ആ സമയത്ത് അപ്പൊ അവിടെ പോലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ആ പ്രേതം ഉപദ്രവിക്കുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞപ്പോ ഒരു ധൈര്യം കിട്ടി. മാത്രമല്ല പ്രേതമാണെങ്കിലും ഉണ്ടല്ലോ, ആ ആന്റിയുടെ സംസാരം കേട്ടാ ഭയങ്കര പാവം തോന്നും. എന്റെ സാറ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ കാരണം നീ എന്തെല്ലാം അനുഭവിക്കണ്ടെന്ന്. ശരി എന്റെ മോളെ അത് വിട്. എന്തായാലും ഇത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ ലക്ഷ്യം എന്താണെങ്കിലും അത് സാധിച്ചു കൊടുക്കണം. അതിപ്പോ എന്തായാലും, അല്ലാതെ നമുക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നാറില്ല. അതിന്റെ ലക്ഷ്യം എന്താന്ന് പോയിട്ട് ആളാരാന്ന് പോലും നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ ലക്ഷ്യം ആരെങ്കിലും കൊല്ലാൻ വല്ലതായിരിക്കുമോ?
എന്താ ചോര? എടാ നിനക്ക് എന്താ പറ്റിയേ? എന്താടാ? നീ ഓക്കെ അല്ലേ? എന്റെ അനു, നീ ഒന്ന് വെറുതെ ഇരുന്നത് എന്തായാലും കൊല്ലും കൊലയൊന്നും ആയിരിക്കില്ല. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ മീര എന്ന് പറഞ്ഞ കൊച്ചിന് മുടി കുറവാർന്നല്ലേ നീ പറഞ്ഞ? അതെങ്ങാനും നീ ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? എടാ നീ എന്തീ പറയണേ? ഹെയർ എക്സ്റ്റൻഷൻ യൂസ് ആക്കാൻ പോയിട്ട് അതെന്താ സാധനം പോലും അതിനറിയാൻ വഴിയില്ല. അത് തന്നെയല്ല, നീ ചോദിച്ചപ്പോ മീരാന്ന് പരിചയമുള്ള ഒരാളെ കുറിച്ച് അവള് പറഞ്ഞതേ ഉള്ളൂ. അത് തന്നെയാണ് ഈ മുടിന്റെ ഉടമസ്ഥ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇതിലേക്കുള്ള ലീഡ് നമുക്ക് ഉറപ്പിക്കാനും പറ്റൂല. ശരിയാ. അതെ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്ത്. ഇന്നലെ വേറൊരു സീൻ ഉണ്ടായി. ഇതിനും തീർന്നില്ലേ? ഇല്ല, ഞാൻ നിങ്ങളുടെ കോള് കട്ട് ചെയ്തില്ലേ, അതിനുശേഷം കണ്ണാടിയിലേക്ക് നോക്കിയപ്പോ എന്റെ തന്നെ ഒരു രൂപം നെഞ്ചിന്റെ മേപ്പോട്ടേക്കില്ല. കൈയാണെങ്കിൽ ചോരയും കുളിച്ചിരിക്കണ്. ഈശ്വര, അതിന് നിന്നെ വല്ലതും തട്ടുന്നുള്ള സൂചനയാണോ തന്നേക്കണേ? എനക്ക് അങ്ങനെയാട്ടാ തോന്നുന്നേ. അല്ല, എനിക്കതല്ല തോന്നണേ. നിങ്ങളെ രണ്ടെണ്ണത്തിനും തട്ടിയിട്ട് ഞാൻ എന്റെ ഉടുക്കത്തിട്ട് പിടിക്കണെന്നാ തോന്നിയത്. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ വീട്ടിൽ പോന്നു. അവിടെ ഇരുന്നിട്ട് സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിനും നല്ലതാ പ്രേതങ്ങള് തന്നെ. എടാ സാറേ, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. നിക്കടാ, പോലെടാ. പറയണ കേക്കടാ. ഇനിയെങ്കിലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ. ആ മുടിയുടെ യഥാർത്ഥ ആളെ കണ്ടുപിടിക്കണം. ആ ആൻറ്റിയുടെ മരണശേഷം ആരും വരാനോ അന്വേഷിക്കാനോ ഇല്ലാഞ്ഞുകൊണ്ട് ആ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തു കളയാൻ ആ ഓണർ ആരെങ്കിലും ഏൽപ്പിച്ചെന്നിരിക്കണം. എന്നാൽ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും എടുത്തു കളയാതെ അയാൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നിയ ചില സാധനങ്ങൾ അയാൾ മാറ്റി വെച്ചെന്നിരിക്കണം. അതിലൊന്നായിരിക്കും ഈ ഹെയർ എക്സ്റ്റൻഷൻ. അന്ന് ആ വീട്ടിലെ സാധനങ്ങൾ മാറ്റാൻ വന്നത് അനുവിന് മുടി കൊടുത്ത ആ മഹേഷിൻ്റെ ഫ്രണ്ടായിരിക്കും. അപ്പോഴായിരിക്കും മഹേഷിൻ്റെ ഭാര്യയ്ക്ക് ഹെയർ എക്സ്റ്റൻഷൻ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം ഫ്രണ്ട് അറിഞ്ഞത്. അപ്പോൾ ഈ സാധനം ഫ്രീ ആയിട്ട് പുള്ളിക്ക് കൊടുത്ത് അവിടെ നിന്ന് അനുവിന് കിട്ടി. അപ്പോൾ റീത്താൻ്റെ തുടങ്ങി അനു വരെയുള്ള റൂട്ട് ക്ലിയറാണ്. ഇനി അറിയേണ്ടത് ഈ റീത്തയ്ക്ക് എവിടെ നിന്ന് ഈ ഹെയർ എക്സ്റ്റൻഷൻ കിട്ടിയെന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈ ഹെയറിൻ്റെ യഥാർത്ഥ ആളെന്ന്. അതിനെനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. ഒന്നില്ലെങ്കിൽ ആൻറ്റി വന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അന്ന് ആൻറ്റി പറഞ്ഞിട്ട് പോയാൽ ഇതിലെ ശരീരമില്ലാത്ത ശക്തി. പറ, അതീ മീരയുടെ ആത്മാവാണോ? പറ. അനു, നിന്റെ ഫോൺ അടിക്കുന്നുണ്ടേ. അത് കുഴപ്പമില്ല, ഞാൻ കുളി കഴിഞ്ഞിട്ടൊന്ന് എടുത്തോളാം. ആ സൈലന്റ് ആക്കി വെക്കായിരുന്നു. നീ പഠിക്കാതിരുന്നാ? എന്റെ ഫോൺ എവിടെ ഇവിടെ വെച്ചേ? നീ എന്താന്ന് സാറ ചോദിച്ചപ്പോ നിന്റെ പരിചയത്തിലുള്ള മീരയുടെ കാര്യം പറയാഞ്ഞേ? എന്റെ പരിചയത്തിലുള്ള ഏത് മീര? നിനക്ക് പരിചയമില്ലാത്ത മീരേനാണ് മീരേച്ചി എന്ന് പറഞ്ഞോണ്ട് ഫോണിൽ സേവ് ചെയ്തിട്ടേക്കണേ. ഓ മീരേച്ചി, പുള്ളിക്കാരി ഇപ്പൊ വിളിച്ചത്. എടിയാ നിന്റെ സെക്കൻഡ് കസിനാ? ഓ മീര, ആ പേരാന്ന്. എന്റെ പൊന്നു പ്രിയ, ഞാൻ അതൊന്ന് വിട്ടുപോയതാ. ഞാൻ ആ ഷോ കളിച്ചിരുന്ന സമയത്തല്ലേ സാറെ വിളിച്ച് ചോദിച്ചത് മീരനെ അറിയോന്ന്. ആ സമയത്ത് പുള്ളിക്കാരന്റെ കാര്യം എനിക്ക് മനസ്സിൽ വന്നില്ല. മാത്രമല്ല മീരേച്ചി ഇപ്പവും ജീനോട് ഇരിപ്പുണ്ട്, മുടി മുറിച്ച് കളഞ്ഞിട്ടുമില്ല. എന്താ പ്രിയ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ പ്രിയ, ഞാൻ ഈ പുള്ളിക്കാരന്റെ കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചാൽ നിനക്ക് തോന്നിയാ? ഏയ്, പെട്ടെന്ന് നിന്റെ ഫോണിൽ ഈ പേരിങ്ങനെ കണ്ടപ്പോ എനിക്ക് ആകെ ഒരു ഇതായി. എടി, അറിഞ്ഞോണ്ട് നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല. പിന്നെ നീ ചോദിച്ച മീരേന്റെ കാര്യം ആ സമയത്ത് എനിക്ക് മൈൻഡിൽ വരാത്തോണ്ടാ. മാത്രമല്ല ഇപ്പൊ 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ മീരേച്ച് എന്നെ വിളിക്കുന്നത് തന്നെ. അപ്പോഴാണ് കോണ്ടാക്ട് ലിസ്റ്റിൽ ഇങ്ങളൊരാളുണ്ട് തന്നെ ഓർക്കുന്നത്. ഞാൻ എന്നെ വെറുതെ ഇങ്ങനെ സംശയിക്കല പ്രിയ, എനിക്ക് സൈക്കൂലട്ടാ. ഞാൻ 2 15 മാർക്കിന് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നെ. ഇപ്രാവശ്യം പാസ്സാണ്ടേ. നന്ദി കുരുപ്പേ. പറ, ഈ മുടിയുടെ യഥാർത്ഥ ആള് ഈ മീരയാണോ?
അല്ലെങ്കിൽ മീരയുടെ പിന്നാലെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ക്യാൻസർ വന്ന് മുടി മുറിച്ച് കളഞ്ഞ മീരയുടെ പിന്നാലെ പോയിട്ട് വല്ല കാര്യമുണ്ടോന്ന്? മീര അതിന് ക്യാൻസർ വന്നല്ല മരിച്ചത്. മീരയുടെ മുടി മുറിച്ച് മാറ്റിയിട്ടുമില്ല. ആന്റി, അപ്പൊ പിന്നെ മീര എങ്ങനെ മരിച്ചത്? പിന്നെയും പോയി. ഈ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കി വെച്ചോ. 80% ചാൻസ് ഉണ്ട് ഇത് വരാനായിട്ട്. ഇത് രണ്ടുപേരും ഉറപ്പാ. 15, 15, 30 അനക്ക് പാസ്സായത് മതി. ഇതെന്തുവാടി ഇത് തെങ്കാശിപ്പട്ടണത്തിലെ ദിലീപ എടുത്തു ഊരിടി ശവമേ കൊള്ളൂല അല്ലേ? സാറേ ഇനി സ്പീക്കറിട്ടെ. ഹലോ, എന്താടാ? അയാടാ, അതില്ലേ മീര മരിച്ചത് ക്യാൻസർ വന്ന് തന്നെ ആയിരുന്നില്ലേ? അതെ, അങ്ങനെയാണ് എന്നോട് അമ്മയും പറഞ്ഞത്. എന്താടാ കാര്യം? അല്ല, അപ്പൊ ആ സമയത്ത് നീ എവിടെ ഉണ്ടായിരുന്നില്ലേ? ഈ മരിച്ച സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല നാട്ടില്. പിന്നെ ഞാൻ പറഞ്ഞില്ലടാ, ഈ കുട്ടി അങ്ങനെ ആരോടും ഇടപഴകുന്ന ടൈപ്പ് അല്ല. ഈ രോഗം വന്നതിന് ശേഷം ആ കുട്ടീനെ ഞങ്ങൾ വീടിന് പുറത്തേക്ക് കണ്ടിട്ടില്ല. ആ കുട്ടീനെ മാത്രമല്ല, അമ്മേനെ. എടാ, നീ മീര ക്യാൻസർ വന്നല്ല മരിച്ചേക്കുന്നത്. വേറെന്തോ പറഞ്ഞു കാരണം. അത് മറ്റാരറിയരുതെന്നുള്ളത് കൊണ്ടാ അവരതിനെ ക്യാൻസർ ആക്കിയത്. എടി, നീ എന്തല്ലേ പറയുന്നേ? ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞത്? അതൊക്കെ ഞാൻ പറയാം. ഒന്നില്ലെങ്കിൽ ആളുടെ മരണം ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം. ഇതിലേതായാലും അതിനൊരു കാരണം ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് പരിഹരിച്ച ഈ പ്രശ്നമൊക്കെ തീരുമെന്ന് എൻ്റെ മനസ്സ് പറയണ. ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കാന്നാ? നമ്മൾ എങ്ങനെ അന്വേഷിക്കും ഇതിനെ പറ്റി? അല്ല, ഇനി മീരയുടെ വീട് ഇവിടെ നിന്ന് പ്രിയക്ക് അറിയില്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? ആലപ്പുഴയ്ക്കാ? ഞാനൊന്നുമില്ല അങ്ങോട്ട്. എൻ്റെ മോളെ, 1ാമത്തെ കേസ് എക്സാം വന്നിരിക്കുക. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് അമ്മ എന്നെ ശരിയാക്കും. മാത്രമല്ല, അമ്മയ്ക്ക് ഈ ആന്റിയായിട്ട് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. കുടുംബശ്രീ യോഗം കൂടുമ്പോഴേക്കും ജസ്റ്റ് കാണുമ്പോ സംസാരിക്കും, അത്രേ ഉള്ളൂ. എടാ, നിന്റെ അമ്മയുടെ അടുത്ത് പോയി അന്വേഷിക്കുന്ന ആരുമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ വീട്ടിലിപ്പോൾ നമുക്ക് വല്ല ബുക്കോ നോട്ടോ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞ് ചെല്ല. എന്നിട്ട് ആളുടെ വീടില്ലേ, അവിടെ ഒന്ന് പോയി അന്വേഷിക്കാന്നാ. എടി, ഇതൊക്കെ കോളാവും. ഞാനില്ല ഇതിന്. അതെ, ഞാൻ വരാം. ഓക്കെ. ആരായിരുന്നു? പ്രീത്യ, മീര? ആരാന്നറിയില്ല. ആരോ ഒരാളിപ്പോ വന്നു പോയി. ഭാഗ്യം ഞാൻ കണ്ടില്ല. എടാ, പോണതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ചോദിക്കാം, നമുക്ക് പോണോ? പോണം. നമുക്ക് ഈ പ്രയത്നം വിശ്വസിക്കാൻ പറ്റുമോ? എന്തായാലും നിന്നേലും കൂടുതൽ വിശ്വസിക്കുക. നമുക്ക് വേറെ വഴിയില്ലാലോ. നീ വണ്ടി എടുത്തേ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കെന്നാ രണ്ടും കൽപ്പിച്ച് ആ മുടി ഒന്നുകൂടി കത്തിച്ചളഞ്ഞാലാ? അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയതല്ലേടാ. ഒന്നില്ലെങ്കിൽ ഇതിനൊരു എൻഡ് കാണണം, അല്ലെങ്കിൽ തുടർക്കഥ പോലെ ഇതിൻ്റെ ടോർച്ചർ അനുഭവിക്കണം. പക്ഷെ ആൻറ്റി പറഞ്ഞതനുസരിച്ച് എപ്പോൾ വേണം ഇതിന് നമ്മളോടുള്ള അപ്രോച്ച് മാറാം. പക്ഷെ എന്ത് കഷ്ടത്. കാര്യം നടക്കുന്നത് അതിൻ്റെ ആവശ്യമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അത് കാണിക്കുന്നുണ്ടാ? സത്യം, കൂടുതലൊന്നും വേണ്ട. അതിന്റെ പേര് സ്ഥലമെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്നാ എൻ്റെ അടുത്തൊരു സെറ്റപ്പ് ഐഡിയ ഉണ്ട്. നമ്മൾ എന്തിനിങ്ങനെ വെറുതെ ഓടി നടന്ന് കഷ്ടപ്പെടുന്നേ? നമുക്കൊന്ന് ഓജോ പോയി ട്രൈ ചെയ്താലാ? ആവശ്യത്തിനുള്ള പുലിവാൽ ഒരു ഹെയർ എക്സ്റ്റൻഷൻ കാരണം അനുഭവിക്കുന്നുണ്ട്. ഇനിയും പ്രേതങ്ങളുടെ എണ്ണം കൂട്ടാൻ വയ്യ. എന്നാലും ഞാൻ ആ പ്രേതത്തെ പറ്റി ആലോചിക്കണേ. തീരെ സഹകരണ മനോഭാവമില്ലാത്ത ആരോ ആണത്. എൻ്റെ മനസ്സ് പറയണ ഈ യാത്ര വെറുതെ വരില്ലെന്ന്. നമുക്ക് വേണ്ട ഉത്തരങ്ങളൊക്കെ മീരയുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. സപ്പോസ് ഇപ്പം നമുക്ക് ആടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലോ? നമ്മളിതിൻ്റെ പുറകുള്ള നടത്തുമെന്ന് നിർത്തും. എന്ത് റിയാക്ഷൻ വന്നാലും ഫേസ് ചെയ്യും. കാര്യം ഈ കേസിൽ നമുക്ക് പറ്റുന്നത്ര എഫേർട്ട് ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനിയൊന്നും ആയില്ലെങ്കിൽ ആ പ്രയോഗം തന്നെ ബാക്കി തീരുമാനിക്കട്ടെ. എന്നാ വാ പോവാം.